സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി. നമ്മൾ വീണ്ടും ശശി തരൂരിൻ്റെ വിവാദമായ ലേഖനത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ലേഖനത്തിൽ അദ്ദേഹം കേരളം വ്യാവസായിക രംഗത്ത് നേടിയ പുരോഗതിയെക്കുറിച്ച് പരാമർശിക്കുന്നു. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കേരളത്തിന് നൽകിയ അംഗീകാരത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഇത് വലിയ തർക്കങ്ങൾക്ക് കേരളത്തിൽ കാരണമായി. കാരണം കേരളത്തെ പ്രതിപക്ഷത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ്. അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ കീഴിൽ കേരളം മുന്നോട്ട് പോയി എന്ന് അംഗീകരിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്വാഭാവികമാണ്. പ്രതിപക്ഷത്ത് ഇപ്പോൾ LDF ആയിരുന്നു, ഇതൊരു റിപ്പോർട്ട് വരികയാണെങ്കിൽ അവരും അംഗീകരിക്കാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. അങ്ങനത്തെ ഒരു ഭരണ പ്രതിപക്ഷ സംസ്കാരം നമ്മുടെ കേരളത്തിൽ വളരെ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആഗോള നിക്ഷേപ സംഗമം കേരളത്തിൽ 2 ദിവസത്തെ ആഗോള നിക്ഷേപ സംഗമം സംഘടിപ്പിക്കുകയാണ് LDF സർക്കാർ. നിക്ഷേപം ആകർഷിക്കാനുള്ള വഴികൾ തേടുന്നു. അതിന് കേരളം ഒരുക്കിയിരിക്കുന്ന എക്കോസിസ്റ്റത്തെക്കുറിച്ച് മുഖ്യമന്ത്രി സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രതിപക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ആ നിക്ഷേപ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കുക. ഒരു 10-20 കൊല്ലം മുമ്പ് ആദ്യമായിട്ട് ഒരു ജിം എന്ന പേരിൽ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റ് കേരളത്തിൽ സംഘടിപ്പിച്ചപ്പോൾ അന്ന് പ്രതിപക്ഷത്തിരുന്ന LDF ഏത് വിധത്തിലാണ് അതിനോട് പ്രതികരിച്ചത് എന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് കോൺഗ്രസ് നേതാവ് കൂടിയായ ശശി തരൂർ കേരളം നേടിയ നേട്ടത്തെ പ്രകീർത്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ പരാമർശിച്ചുകൊണ്ട്, പ്രകീർത്തിച്ചു എന്ന് പറയുന്നത് തെറ്റായിരിക്കും, അതിനെ മെൻഷൻ ചെയ്തുകൊണ്ടൊരു ലേഖനം അദ്ദേഹം എഴുതുന്നത്. വലിയ വിമർശനങ്ങൾക്ക് അത് വിധേയമായി. അതുണ്ടാക്കിയ സംവാദങ്ങൾ ഏത് വിധത്തിലാണ് കേരളത്തിന് ഗുണകരമാകുന്നത് എന്ന് പരിശോധിക്കുകയാണ് നമ്മൾ. നമുക്കൊപ്പം ഉള്ളത് രാജ്യത്ത് തന്നെ ഏറ്റവും സീനിയറായ ജേർണലിസ്റ്റുകളിൽ ഒരാളായ MG രാധാകൃഷ്ണനാണ്. സ്വാഗതം സാർ. എങ്ങനെയാണ് ഈ ശശി തരൂരിൻ്റെ ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കത്തെ, അല്ലെങ്കിൽ ആ ഉള്ളടക്കത്തെ കേന്ദ്രീകരിച്ച് കേരളത്തിൽ ഉണ്ടായ സംവാദത്തെ, നമ്മൾ ആ സംവാദത്തിൻ്റെ അലയൊലികൾ ഏതാണ്ട് സമാപിച്ചു കഴിഞ്ഞു. ഇന്നലെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയായിരുന്നു, തിരുത്താനൊന്നും ഞാൻ ആളല്ല, ഞാൻ അതിന് മറുപടി കൊടുത്തു കഴിഞ്ഞു, ഇതിവിടെ അവസാനിപ്പിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നത്. ഈ സംവാദത്തിൻ്റെ സ്വഭാവം അത് അവസാന ഘട്ടത്തിൽ എത്തിയേക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ താങ്കൾ വീക്ഷിക്കുന്നത്? ഈ നമ്മുടെ ഇതിലൊരു പലതരത്തിലുള്ള തർക്കങ്ങളുടെ പല ഉൾപിരിവുകളും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. ഒന്ന്, ശശി തരൂർ കോൺഗ്രസിനോട്, കോൺഗ്രസ് നേതൃത്വത്തിനോട്, അല്ലെങ്കിൽ അതിന്റെ ഹൈക്കമാൻഡിനോടുള്ള, അല്ലെങ്കിൽ സ്റ്റേറ്റ് നേതൃത്വത്തിനോട് എന്തായാലും ഉള്ള വലിയ വലിയ അസംതൃപ്തിയുടെയും അഭിപ്രായ വ്യത്യാസങ്ങളുടെയും ഒരു ബഹിസ്ഫുരണമാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തിലൂടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനത്തിലൂടെ കണ്ടത് എന്നുള്ളത് ഒരു വലിയ പരിധിവരെ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന്റെ ഒരു നിലവാരമനുസരിച്ചുള്ള പരിഗണനയോ ഒന്നും പാർട്ടി, പ്രത്യേകിച്ച് കേന്ദ്ര നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ നൽകിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്, സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. അദ്ദേഹത്തിനെ പോലെ ഒരാളെ ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് കോൺഗ്രസിൽ പ്രത്യേകിച്ച് ആർക്കും യാതൊരു ഒരു രൂപവും ഇല്ലെന്ന് മാത്രമല്ല, അതിന്റെ താല്പര്യവും കാണുന്നില്ല എന്നുള്ളത് ശരിയാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും സാധ്യതയുള്ള, അടുത്ത UDF-നെ നയിക്കാൻ ഏറ്റവും സാധ്യതയുള്ള, അല്ലെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ജനസമ്മതി ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ ഇതിനകം നടന്ന അഭിപ്രായ വോട്ടെടുപ്പുകൾ അടക്കം നമുക്ക് മനസ്സിലായിട്ടുള്ളത് ശശി തരൂരിനാണ്. പക്ഷേ ഇവിടെയുള്ള അടുത്ത മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായിട്ട് കോൺഗ്രസ് സ്വയം കരുതുന്നവരുടെ പട്ടികയിൽ പോലും അദ്ദേഹം ഇല്ല എന്നുള്ളത് ശരിയാണ്. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതേ സമയത്ത് ശശി തരൂർ, എനിക്ക് തോന്നുന്നു, അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ അദ്ദേഹം ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ നേതാവല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം വളരെ വൈകി രാഷ്ട്രീയത്തിലേക്ക് വന്നതാണ്. അദ്ദേഹം ഒരു ഇന്റലക്ച്വൽ ആണ്. അദ്ദേഹം ഒരു നിരീക്ഷകനാണ്. പിന്നെ ബാക്കിയെല്ലാം അറിയാം. നമുക്ക് എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്, നയതന്ത്രജ്ഞനാണ്, ചരിത്രകാരനാണ്, ഇതൊക്കെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും മുഖ്യമായ സ്വത്വം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ വ്യക്തിത്വത്തിന്റെ, അല്ലെങ്കിൽ ആ സ്വത്വത്തിന്റെ ഒരു രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ പലപ്പോഴും ഇങ്ങനെ തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിനൊരു രാഷ്ട്രീയ കള്ളി, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പാർട്ടി വ്യത്യാസം അനുസരിച്ച്, അല്ലെങ്കിൽ പാർട്ടിയുടെ മാത്രം നിലപാടനുസരിച്ച് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ആളല്ല അദ്ദേഹം. രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പും ആണെങ്കിൽ അദ്ദേഹം കോൺഗ്രസിനെ നിശിതമായി വിമർശിച്ചിട്ടുള്ള ആളാണ്. ഇന്ദിരാഗാന്ധി അടക്കം വിമർശിച്ചിട്ടുള്ള ആളാണ്.
അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഈ ഒരു രണ്ട് ഇഷ്യൂ, ഒരു വശത്ത് അദ്ദേഹത്തിനുള്ള അസംതൃപ്തി, മറുവശത്ത് ശശി തരൂർ എന്ന വ്യക്തിത്വത്തിന്റെ ഒരു സവിശേഷത, ഇത് രണ്ടും കൂടെയാണ് അദ്ദേഹത്തിലൂടെ ഈ അഭിപ്രായം പുറത്തു വന്നിരിക്കുന്നതെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. റൈറ്റ്. നമ്മളത് പറയുമ്പോഴേ ഇപ്പൊ ഈ പുതിയൊരു പൊളിറ്റിക്കൽ സിനാരിയോയിൽ ഈ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് പാർട്ടിയുടെ നയങ്ങൾ അല്ലെങ്കിൽ പാർട്ടി എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് വിലമതിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി എന്നുള്ള നിലയിൽ ശശി തരൂരിനെ ഉപയോഗിക്കുന്നതിൽ കോൺഗ്രസിനുണ്ടായ വീഴ്ച, അല്ലെങ്കിൽ കോൺഗ്രസിന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഴ്ച, അത് ചൂണ്ടിക്കാണിക്കാൻ ഇത്തരം പ്രസ്താവനകളിലൂടെ ശശി തരൂർ ശ്രമിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ശശി തരൂരിന് സംഘടനയ്ക്കുള്ളിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായെങ്കിലും ഇത് സംബന്ധിച്ച് സംഘടനയ്ക്കുള്ളിൽ നോക്കുമ്പോൾ അത് ശരിയാണോ? കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായ, ഇത്രയും പാർട്ടിയുടെ ഏറ്റവും അത്യുന്നത സമിതിയിൽ അംഗമായ ഒരാൾ പാർട്ടിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പ്രസംഗിക്കാമോ എന്നുള്ള ചോദ്യമൊക്കെ വളരെ സംഗതമാണ്, പ്രസക്തമാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ അതേ സമയത്ത് എനിക്ക് തോന്നുന്നു ശശി തരൂർ വ്യക്തിപരമായി അദ്ദേഹത്തിന് ഒരു നേട്ടമാണ് അദ്ദേഹം ഈ അഭിപ്രായ പ്രകടനത്തിലൂടെ സാധിച്ചിട്ടുള്ളതെന്നാണ് എന്റെ വിലയിരുത്തൽ. കാരണം ശശി തരൂരിന്റെ പോപ്പുലാരിറ്റി അല്ലെങ്കിൽ അതിന്റെ സമ്മതി എന്ന് പറയുന്നത് രാഷ്ട്രീയ കക്ഷി മാത്രമല്ല, എല്ലാത്തരം ഭേദങ്ങൾക്കും അപ്പുറത്താണ്. അദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രതിച്ഛായയുടെ ഭാഗമായി അദ്ദേഹം സൂചിപ്പിക്കുന്ന സമ്മതിയാണ് അദ്ദേഹത്തിന് ഈ 4 തവണയായിട്ടുള്ള തുടർച്ചയായ വമ്പൻ വിജയത്തിന്റെ അല്ലെങ്കിൽ നല്ല വിജയത്തിന്റെ നിദാനമായിരിക്കുന്നത്. ഇപ്പൊ തിരുവനന്തപുരത്ത് അദ്ദേഹം പ്രവർത്തിച്ച അതിനകത്ത് ബാക്കി എന്ത് കാരണമുണ്ടെങ്കിലും തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ സപ്പോർട്ട്, അദ്ദേഹത്തിന് കിട്ടുന്ന പിന്തുണ വാസ്തവത്തിൽ പാർട്ടിക്കും പാർട്ടിയുടെ വർഗ ഭേദമില്ലാതെ, ജാതി ഭേദമില്ലാതെ, മതഭേദമില്ലാതെ ഒരു വലിയ കോൺസ്റ്റിറ്റ്യുവൻസി, ഒരു വലിയ മണ്ഡലം അദ്ദേഹത്തിന് അനുകൂലമായിട്ടുണ്ട്. അപ്പൊ ആ മണ്ഡലമാണ് അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശക്തി. ആ കാഴ്ചപ്പാട് നോക്കുമ്പോൾ അതിനെ കൂടുതൽ ശക്തമാക്കാനും ആ രംഗത്തുള്ള ഇത് സാധാരണ രാഷ്ട്രീയക്കാരന്റെ അല്ലെങ്കിൽ വളരെ സ്വന്തം രാഷ്ട്രീയ നിലപാടുകൾ മാത്രം പുറത്തു പറയുന്ന ഒരു സങ്കുചിതമെന്ന് കരുതപ്പെടാവുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തിനപ്പുറത്ത് ശരിയും തെറ്റും എവിടെ കണ്ടാലും അംഗീകരിക്കുന്ന ഒരു വലിയ എൽഡർ സ്റ്റേറ്റ്സ്മാന്റെ മട്ടിലുള്ള അദ്ദേഹത്തിന്റെ ഇമേജ് വാസ്തവത്തിൽ കൂടുതൽ ശക്തമായി ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ വസ്തുതകൾ എന്താണെന്നുള്ളത് ഒരു മറ്റു വിഷയം. അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണോ? അദ്ദേഹം മോദിയെ മോദി ട്രംപ് കൂടിക്കാഴ്ചയെ പിന്തുണച്ചതിനെ പറ്റി നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെ ഈ സാമ്പത്തിക അല്ലെ വ്യാവസായിക വളർച്ചയെ പറ്റി അദ്ദേഹം പുലർത്തുന്ന വലിയ അഭിപ്രായം അത്ര ശരിയാണെന്നൊക്കെ ഉണ്ടാകും. പക്ഷേ ശശി തരൂർ എന്ന രാഷ്ട്രീയ വ്യക്തിത്വത്തിന്റെ ശക്തി കുറച്ചുകൂടെ വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അത് പ്രത്യേകിച്ച് ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തെയും രാഷ്ട്രീയത്തിൽ ഈ സമീപകാലത്ത് വന്നിരിക്കുന്ന നേരത്തെ രാജീവ് ചൂണ്ടി കാണിച്ച ഒരു പ്രധാനപ്പെട്ട സംഗതി വെച്ചാൽ പൊതുവെ ജനങ്ങൾ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ കക്ഷികളുടെയും അവരുടെ പരമ്പരാഗതമായ പ്രത്യയശാസ്ത്രങ്ങളോടും ഒക്കെ ഒരു മടുപ്പ് തോന്നുന്ന, അല്ലെങ്കിൽ അതിനപ്പുറത്ത് എന്താണ്, അപ്പൊ ഇതിനും അപ്പുറത്ത് വളരെ ഇടുങ്ങിയ രാഷ്ട്രീയ ചേരികളുടെയും കള്ളികളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും അഭിപ്രായത്തിന് അപ്പുറത്ത് വികസനത്തിന് വേണ്ടിയും നാടിനു വേണ്ടിയും ഒക്കെ സംസാരിക്കുന്ന വ്യക്തികൾക്ക് ഒരു പുതിയ സമ്മതി വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ്. അപ്പൊ അതിന് 2 വശമുണ്ട്. അത് ശരിയും തെറ്റുമുണ്ട്. വളരെ അതിനിശിതമായി വിമർശിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ തന്നെ അത് അനുഗുണമാണോ, അത് രാഷ്ട്രീയ പോസ്റ്റ് പൊളിറ്റിക്സ് ആണോ, രാഷ്ട്രീയ അനന്തരമായിട്ടുള്ള ഒരു കാര്യമാണോ, അത് ജനാധിപത്യത്തിന് നല്ലതാണോ, അത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാത്ത ഒരു രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് അത് ജനാധിപത്യത്തിന് നല്ലതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് പുതിയ ഒരു മധ്യവർഗത്തിന്റെ, കേരളം പോലൊരു വലിയ മധ്യവർഗത്തിൽ പ്രത്യേകിച്ച് ശശി തരൂരിന്റെ ഈ പ്രസ്താവനയ്ക്ക് കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ മാത്രമേ ഒരു വിയോജിപ്പുണ്ടാവാൻ കഴിയും. അപ്പൊ എനിക്കൊന്ന് ശശി തരൂർ പേഴ്സണലി, വ്യക്തിപരമായി ഒരു വലിയ നേട്ടമാണ് അദ്ദേഹം ഇതിലൂടെ കൈവരിച്ചതെന്നാണ് എന്റെ വിശ്വാസം. റൈറ്റ്. നമ്മൾ ഈ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ സ്വാഭാവികമായിട്ടും ശശി തരൂർ ഇങ്ങനെ ലേഖനം എഴുതുകയും അതിൽ കേരളത്തിന്റെ മുന്നേറ്റം പരാമർശിക്കുകയും ചെയ്യുമ്പോൾ ഭരിക്കുന്ന പാർട്ടിയും അതിനെ ഭരിക്കുന്ന മുന്നണിയും അതിൽ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും ഒക്കെ അതിനെ സ്വാഗതം ചെയ്യുകയും അതിനെ പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്യാന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അതങ്ങനെ നടക്കും. അതിനെ വിമർശിക്കുക എന്നുള്ളത്
പ്രതിപക്ഷ നേതാവിൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ് എന്ന് വിശ്വസിക്കുന്നവർ തരൂരിൻ്റെ ലേഖനത്തെ തള്ളിപ്പറയുകയും ചെയ്യും. അപ്പോൾ തരൂർ പറയുന്നത് നിങ്ങൾ ആ ലേഖനം മുഴുവൻ വായിക്കൂ, എന്നിട്ട് അഭിപ്രായം പറയൂ എന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം കൺസിസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ പൊസിഷൻ ഇതാണ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും മാറാൻ തയ്യാറല്ല എന്ന് വളരെ കൺസിസ്റ്റൻ്റ് ആയി അദ്ദേഹം പറഞ്ഞു. ഏറ്റവും ഒടുവിൽ KPCCയുടെ പ്രസിഡന്റ് അദ്ദേഹം പറയുന്നു ശശി തരൂരിൻ്റെ ലേഖനത്തിലെ പരാമർശങ്ങളെ അനാവശ്യമായി തർക്കിച്ച് വലുതാക്കുകയും വിവാദമാക്കുകയാണ് ചെയ്തത് എന്ന് KPCC പ്രസിഡന്റ് പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ താങ്കൾ തന്നെയും ഒരു ലേഖനത്തിൽ താങ്കൾ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ഒരു നെഗറ്റീവ് പൊളിറ്റിക്സ് ആണ് പ്രതിപക്ഷം എല്ലായ്പ്പോഴും കൈകാര്യം ചെയ്യേണ്ടത് എന്നൊരു കൺവെൻഷണൽ തോട്ട് പ്രോസസ്സിനെ മാറ്റുകയാണ് ശശി തരൂർ ചെയ്യുന്നത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ അങ്ങനൊരു സ്പേസ് തുറന്നിടുകയല്ലേ ശശി തരൂർ ചെയ്യുന്നത്? നമ്മൾ കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ വരുന്നതിനൊക്കെ എതിർക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ റോൾ എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. അതിനെ മാറ്റിക്കൊണ്ട് കുറെ കൂടെ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷമാണ് വേണ്ടത്, ആ സാഹചര്യത്തേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നു എന്ന് കോൺഗ്രസിനോടും പ്രതിപക്ഷത്തിരിക്കുന്ന ഇതര പാർട്ടികളോടും പറയാൻ ശ്രമിക്കുക കൂടിയല്ലേ തരൂർ ചെയ്യുന്നത്? തീർച്ചയായിട്ടും വളരെ ശരിയാണ്. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. കാരണം വെച്ചാൽ കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവൻ കാണുന്ന ഒരു കാര്യമാണ് ഈ രാഷ്ട്രീയ ഭേദത്തിനപ്പുറത്ത് നാടിന് പ്രയോജനം ചെയ്യുമോ അല്ലെങ്കിൽ തങ്ങളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാനോ തങ്ങളുടെ വ്യാവസായികവും കാർഷികവുമായിട്ടുള്ള തങ്ങളുടെ നാടിന്റെ പ്രശ്നം പരിഹരിക്കാനും ഇതൊക്കെ വാസ്തവത്തിൽ പരമ്പരാഗതമായ രാഷ്ട്രീയത്തിൽ നിന്നും പ്രത്യയശാസ്ത്രത്തിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നവർ വേണം എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്ന ഒരു കാലമാണ്. അതാണ് പ്രത്യേകിച്ച് ശശി തരൂരിന്റെ സവിശേഷമായിട്ട് തന്നെ പറയുകയാണെങ്കിൽ ശശി തരൂരിന് അത് അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി അതാണ്. അപ്പൊ ഇങ്ങനെയുള്ള അതിൽ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രതിപക്ഷം എപ്പോഴും പ്രതിപക്ഷം എപ്പോഴും എല്ലാത്തിനെയും വിമർശിച്ചുകൊണ്ടിരിക്കണം, ഗവൺമെന്റിനെതിരായിട്ടുള്ള ആക്ഷേപം തിരിഞ്ഞുകൊണ്ടേയിരിക്കണം എന്നുള്ളത് ഒരു പഴയ സങ്കല്പമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുതുതായി വരുന്ന ഈ വോട്ടർമാർക്ക് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരമായി ഒരുപക്ഷെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന അത് നല്ല കാര്യമാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം വർദ്ധിച്ചു വരുമ്പോൾ അവർ കാണുന്നത് എന്താണ് നാടിന് വേണ്ടി ഒരു പുതിയ പ്ലാൻ ഉണ്ടോ, ഒരു പുതിയ അജണ്ട ഉണ്ടോ നമ്മുടെ പ്രശ്നങ്ങൾക്ക്. കാരണം ഇത്തവണ മാത്രമാണ് 8 വർഷമായത്, അല്ലെങ്കിൽ 5 വർഷം മുമ്പ് UDF അല്ലെങ്കിൽ മറ്റേ മുന്നണി ഭരിച്ചു, അതിനുശേഷം ഈ മുന്നണി ഭരിച്ചു, ഇതുകൊണ്ടൊന്നും വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷെ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തെങ്കിലും കൃത്യമായ ഒരു പ്ലാനോ അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധിയോ എങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു കാലമാണ്. അവിടെ വാസ്തവത്തിൽ മറ്റുള്ളവർക്കൊക്കെ പരാജയപ്പെട്ടു. ഇപ്പൊ 2021 പോലും എനിക്ക് തോന്നുന്നത് എത്രയൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉന്നയിച്ചതെങ്കിലും UDF അന്നത്തെ പ്രതിപക്ഷം ഉന്നയിച്ചതെങ്കിലും നിരന്തരമായി ഒരു നെഗറ്റിവിറ്റി, വളരെ നിഷേധാത്മകമായ മോശം, അത് തകർന്നു, ഇത് പോരാ, ഇത് മോശം എന്ന് പറഞ്ഞു വരുന്ന ഒരു പല്ലവി മടുത്ത ഒരു വിഭാഗമുണ്ട് ഇവിടെ. അപ്പൊ ഇവര് പറഞ്ഞ ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ ഒന്നും അടിസ്ഥാനരഹിതമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ നിരന്തരമായ ഈ നെഗറ്റിവിറ്റിയിൽ മനസ്സ് മടുത്ത ഒരു വിഭാഗത്തിന് വാസ്തവത്തിൽ ഇങ്ങനെയല്ല. ഇനി കേരളത്തിന് വേണ്ടി എന്താണ് ഈ UDF കേരളത്തിന് വേണ്ടി ഒരു പുതിയ പ്ലാൻ എന്താണ് നൽകാനുള്ളത്? ഈ LDF മോശമാണെന്ന് നിരന്തരം രമേശ് ചെന്നിത്തലയും VD സതീശനും പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് എന്താണ് പ്ലാൻ? നിങ്ങൾക്ക് മറ്റൊരു പ്ലാൻ ഉണ്ടോ? നിങ്ങൾക്ക് മറ്റൊരു അജണ്ട ഉണ്ടോ? ഉണ്ടെങ്കിൽ എത്രമാത്രം സമഗ്രമായിട്ട് നിങ്ങൾക്ക് അത് അവതരിപ്പിക്കാനാവും എന്നുള്ളത് നോക്കുന്ന ഒരു വിഭാഗം വർദ്ധിച്ചു വരുന്നു. ആ വിഭാഗത്തിനെ തൃപ്തിപ്പെടുത്താൻ 2021 കഴിഞ്ഞില്ല എന്നുള്ളത് വാസ്തവത്തിൽ അപ്പോഴാണ് അന്ന് കോവിഡിനെതിരായിട്ടുള്ള സംഗതിയായാലും മറ്റു പല കാരണങ്ങളാലും ഇവിടെ ചില കാര്യങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സർക്കാരാണ്, എല്ലാ കുഴപ്പങ്ങളും ഉണ്ടെങ്കിലും എന്നുള്ളൊരു ഇമേജ് ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ ഒരു വിഭാഗം അങ്ങനെ ചിന്തിച്ചു. അപ്പൊ ഇവിടെ ആ UDF-നുണ്ടായ പരാജയം ഈ നെഗറ്റിവിറ്റിയിൽ അഭിരമിക്കുന്ന ഒരു മുന്നണിയായി മാറുന്നു. മുമ്പൊക്കെ അതൊക്കെ ചിലപ്പോൾ ഫലിച്ചിരിക്കാം. ഒരു നിഷേധ വോട്ട് എന്ന് പറയുന്ന കേരളത്തിൽ വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് ഈ കഴിഞ്ഞ 8 വർഷം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യം ആ നിഷേധ വോട്ടിന് വാസ്തവത്തിൽ വലിയ പ്രസക്തി ഇല്ലാതായി കഴിഞ്ഞു. 8 വർഷം മാത്രമല്ല, കഴിഞ്ഞ 20 വർഷമായി നോക്കൂ, LDF ഒരു ഏതാണ്ട് ഒരു ശക്തമായ നിലയിലാണ് നിൽക്കുന്നത്. ഇതിന് മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പോലും കഷ്ടിച്ച് ജയിച്ചതാണെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് നിഷേധ വോട്ട് എന്ന് പറയുന്നത് ഒരു വർക്കിംഗ് ഫോർമുല അല്ലാതായി മാറിയിരിക്കുന്നതിന്റെ സൂചന ശശി തരൂരിന്റെ വർത്തമാനത്തിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. നമ്മൾ അവസാനമായിട്ട് ഇപ്പോൾ ഇതിനോടുള്ള കോൺഗ്രസ് നേതാക്കളുടെ റിയാക്ഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രതിപക്ഷം എന്നുള്ളത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമായി നിലകൊള്ളുകയും പകരം
ആ വിമർശിക്കുന്നതിന് പകരമായിട്ട് എന്താണ് ഞങ്ങൾക്ക് സജഷൻസ് വെക്കാനുള്ളത് എന്നുകൂടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് പ്രതിപക്ഷം മാറണം. അതിനെ ഉൾക്കൊള്ളുന്നുണ്ടോ നമ്മുടെ പ്രതിപക്ഷം? ഈ തരൂരിൻ്റെ ഈ ലേഖനവും അതിലെ പരാമർശവും വന്നതിന് ശേഷമുള്ള അവരുടെ റിയാക്ഷൻ വെച്ച് നോക്കുമ്പോൾ ആ ഒരു കൺസെപ്റ്റ് അവർ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ എന്തായാലും ഇല്ല. പക്ഷെ അതും ഒരു കുറെയൊക്കെ സ്വാഭാവികമാണ്. കാരണം ഇവരെല്ലാം കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന ഒരു വലിയ പ്രചരണ കോലാഹലത്തിനെ ഒറ്റയടിക്ക് തരൂർ തകർത്ത് കളയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലുണ്ടാവുന്ന പ്രതികരണം ഒരുപക്ഷെ വളരെ ശക്തമായ ഒരു എന്താ പറയുക വിമർശനമാവുന്നത് സ്വാഭാവികമാണ്. അത് ചിലപ്പോൾ അതിൽ വലിയ അത്ഭുതപ്പെടാറില്ല. പക്ഷേ അവർ ഈ ഒരു സന്ദേശം അവർ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി സംശയമാണ്. അത് ഉൾക്കൊള്ളേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സമരങ്ങളും പ്രക്ഷോഭങ്ങളും സത്യാഗ്രഹങ്ങളും ഒക്കെ വാസ്തവത്തിൽ അതിനൊക്കെ അതിൻ്റെതായ പ്രസക്തി ഉണ്ടെങ്കിലും അതിനോടൊക്കെ ഒരു വിപ്രതിപത്തിയുള്ള ഒരു വലിയ വിഭാഗം, ഒരു മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു പോസ്റ്റ് ഡെമോക്രസി, പോസ്റ്റ് പൊളിറ്റിക്സ്, എന്താ പറയുക, ഡീപൊളിറ്റിസൈസ്ഡ് ആയിട്ടുള്ള ഒരു മധ്യവർഗം ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ അവിടെ സമരങ്ങളും പ്രതിഷേധങ്ങളും പിന്നെ കല്ലേറും അല്ലെങ്കിൽ ധർണയും കൊണ്ടൊന്നും വാസ്തവത്തിൽ ഉദ്ദേശിച്ച ഫലം കിട്ടാൻ ഇല്ല എന്നുള്ളത് കേരളത്തിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി. അപ്പോൾ അവിടെ കൃത്യമായിട്ട് എന്താണ് നിങ്ങൾക്ക് കോൺക്രീറ്റ് ആയിട്ടുള്ള, മൂർത്തമായിട്ടുള്ള, വളരെ ധനാത്മകമായിട്ടുള്ള, പോസിറ്റീവ് ആയിട്ടുള്ള മറ്റൊരു പ്ലാൻ ഞങ്ങൾക്കുണ്ട്, ഇത് കാരണം നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് മനസ്സിലാക്കിയ ആളാണ് ശശി തരൂർ. കാരണം അദ്ദേഹത്തിന് ലോകം മുഴുവൻ നടക്കുന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ആളാണ്. കോൺഗ്രസിന്റെയോ UDF-ന്റെയോ നേതൃത്വം അതത്ര വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെയുള്ള അവരുടെ പ്രവർത്തനം ഈ ഒരു വർഷത്തിനുള്ള അവർ എന്ത് ചെയ്യാൻ പോകും? ഈ സമരങ്ങൾ കൊണ്ടൊന്നും വലിയ ഫലം ഉണ്ടാവും തോന്നുന്നില്ല. പ്രതിഷേധങ്ങൾ കൊണ്ടും വിമർശനങ്ങൾ കൊണ്ട് പോലും വലിയ ഫലം ഉണ്ടാവും. പക്ഷേ കേരളത്തിൽ ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഒരു വലിയ വിഭാഗത്തിനെ കഴിയുമെങ്കിൽ ഒരുപക്ഷെ ശശി തരൂരിനെ പോലെയുള്ള ഒരാളിന്റെ ഒരു സഹായവും നേതൃത്വവും ഒക്കെ അതുകൊണ്ട് ഫലമുണ്ടാവും. അദ്ദേഹത്തെ കൂടെ ഉൾക്കൊള്ളുന്ന ഒരു പ്ലാനിന് മാത്രമേ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ UDF പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ഒരു അനുകൂല അഭിപ്രായം കേരളത്തിൽ ഉണ്ടാവാൻ കഴിയും. ഞാൻ അവസാനം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ അഭിപ്രായ പ്രകടനവും അതേ തുടർന്നുണ്ടായ തർക്കങ്ങളും, പ്രത്യേകിച്ച് അത് കോൺഗ്രസിലാണ് വലിയ തർക്കങ്ങൾക്ക് കാരണമായത്. ഇത് സർക്കാർ അതിനെ സ്വാഗതം ചെയ്യുന്നത് സ്വാഭാവികം. സർക്കാരിൻ്റെ ചില പ്രോജക്റ്റുകളെ മുമ്പോട്ട് കൊണ്ടുപോവുക, അതിനുള്ളൊരു ഇന്ധനമായിട്ട് സർക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എലപ്പള്ളിയിലെ ബ്രൂവറി ഞങ്ങൾ എന്തായാലും നടപ്പാക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ ഇപ്പോൾ കുറെ കൂടെ ഊർജം സർക്കാരിന് കൊടുക്കുന്നു. അങ്ങനത്തെ ഒരു പ്രശ്നം ശശി തരൂരിൻ്റെ ഈ ലേഖനത്തിലെ പരാമർശം ഉണ്ടാക്കിയിട്ടുണ്ടോ? അതാണ് LDF-ന് ഉണ്ടാവാൻ പോകുന്ന, ഇതുകൊണ്ടുണ്ടാവാൻ പോകുന്ന ഒരു ട്രാപ്പ് അല്ലെങ്കിൽ ഒരു വാരിക്കുഴി അതായിരിക്കും. കാരണം തങ്ങളുടെ തെറ്റായ പ്രവർത്തനങ്ങൾ, ഈ പറഞ്ഞ പോലെ ബ്രൂവറി ആയാലും അതിലുമൊക്കെ കടന്നുപോയ ഈ PSC അംഗങ്ങളുടെ ശമ്പള വർധനയായാലും അങ്ങനെ തങ്ങൾക്ക് അനുകൂലമാണ് ശശി തരൂർ പോലും എന്നൊരു ധാരണയിൽ വീണ്ടും ഈ തെറ്റായ നയങ്ങളെ കുറിച്ചും തെറ്റായ വശങ്ങളുമായിട്ട് കുറെ പരിപാടികളുമായിട്ട് അവർ മുന്നോട്ട് പോകാൻ വാസ്തവത്തിൽ ഈ ശശി തരൂരിന്റെ ഈ പ്രശംസ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് LDF-ന് കൂടുതൽ അപകടമായിരിക്കും എന്നുള്ളതിനെ പറ്റി എനിക്ക് സംശയമൊന്നുമില്ല. റൈറ്റ്. എന്തായാലും വളരെ നന്ദി ശ്രീ MG രാധാകൃഷ്ണൻ ഈ ഘട്ടത്തിൽ നിങ്ങളോട് സംസാരിച്ചതിന്. ശശി തരൂരിൻ്റെ ലേഖനം അത് ശരിയായ രീതിയിൽ വായിക്കപ്പെട്ടോ, അതിലെ സന്ദേശം ശരിയായ രീതിയിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ, അത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും വേണ്ട രീതിയിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വരും കാലത്ത് നമുക്ക് വിശദമായി തന്നെ വിലയിരുത്തേണ്ടി വരും. ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.